ഗ്ലീറ്റോ, ഗ്ലീറ്റോ. 136 116 അല്ല ചായ എടുത്തോണ്ടോ 116. അതേ അതെങ്ങനെ ശരിയാവും? ഇന്നലെ ആ പെങ്കൊച്ച് ഒരു മോളെ കണ്ണടച്ചിട്ടില്ല കേട്ടാ. 116 രൂപയുടെ പോയി. ഇത് 136. ഞങ്ങൾ 500 രൂപ ഇടയ്ക്ക് മാറി പാർട്ടിയിൽ എല്ലാവരും ചായ കുടിച്ച് കടി 7 ചായ 10 വട അങ്ങോട്ട് 116 രൂപയുടെ കുറവുണ്ട്. അതിപ്പോൾ കണക്ക് കാണിക്കണമല്ലോ. അത് നടന്നു പോയിട്ടുണ്ടാവും. അതിപ്പോൾ എന്ത് ചെയ്യും? ആരെ കണക്ക് കാണിക്കണമെന്ന്? അല്ല പാർട്ടിയിലേ പൊതുവേ ഒരു ഇത് വരുമ്പോൾ അവസാനം ഒരു കണക്ക് കാണിക്കണമല്ലോ. അതിനകത്ത് ചായ എന്തോ വെള്ളം അടിയത് പാലില്ലേ? ഉള്ളത് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രം പാൽ ചായ എടുക്കണം. ഞങ്ങൾ രണ്ടുപേരും കട്ടന കുടിക്കണം. ആ പെങ്കൊച്ച് ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ ഗ്ലീറ്റോ. അതെ, എന്നാണ് ഉറങ്ങണത്? എന്നും രാത്രി ടി വിയിൽ മുമ്പ് ഇരിക്കും 1 മണി വരെ. പിന്നെ മറ്റേ മൊബൈലിൽ ഗെയിം കളിയും. പിന്നെ ഗെയിം കളിക്കണ കണ്ടോ ഗ്ലീറ്റോ? ഇന്നലെ ഗെയിം കളിച്ചില്ലെങ്കിൽ ടി വിയിൽ മുമ്പ് ഇരുന്നിട്ടുണ്ട്. പിന്നെ മുമ്പ് ഇരുന്നിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് അത് തുമ്മി കിടക്കായിരുന്നു. മൂക്കടഞ്ഞിട്ട് എന്നെ പൊത്തി പിടിച്ച് ക്ലീറ്റോ ആണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയ പോലും ഇല്ല. അത് തുമ്മണത് വേറെ ഒന്നുമല്ല. ഞാൻ കുറെ ദിവസമായിട്ട് പറയണം ആ റൂമിലെ പൊടിയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാനും. ആ റൂമിലെ പൊടിയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയാൽ തുമ്മലൊക്കെ മാറും. റൂമിൽ എവിടെയാ പൊടി? റൂമിൽ എവിടെയാ പൊടി ഇല്ലാത്ത? പിന്നെ അതൊന്നല്ല, നമുക്ക് പനിക്കാൻ തുടങ്ങണ്ടേ? എല്ലാ പ്രാവശ്യം പനി വരണേന് മുമ്പ് ഇതുള്ളതാ. തുമ്മി ഉടനെ പനിയായി. നീ ഡോക്ടർ അല്ല ക്ലീറ്റോ, അവക്ക് ജലദോഷമുണ്ട്, മൂക്കടപ്പുണ്ട്. ജലദോഷവും മൂക്കടപ്പെന്ന് പറഞ്ഞാൽ അതൊരു അസുഖമേ അല്ല, നിസ്സാരം. ഇച്ചിരി തുളസി ഇല പറിച്ചങ്ങോട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആവി കൊണ്ടാൽ അത് മാറും. തുടങ്ങി ഡോക്ടർ വന്നിട്ടുണ്ട്. ഞാൻ ഡോക്ടർ ആണെന്ന് സമ്മതിച്ചല്ലോ. തക്കളി ഡോക്ടർ ആണെന്ന് സമ്മതിച്ചല്ലോ. ചെയ്തു നോക്കിയേ. എഴുന്നേക്ക്. അതിനങ്ങോട്ട് എഴുന്നേപ്പിക്ക്. ആവി പിടിപ്പിക്ക്. എന്നും ഇങ്ങനെ നീ പറഞ്ഞ പിന്നെ അവളാണെങ്കിൽ തുമ്മിക്കൊണ്ട് തന്നെ ഇരിക്കും. ഒന്നും മിണ്ടാതിരിക്കാമോ ഇച്ചിരി നേരം? എന്ത് കാടത്തിയാടി? ആ മുടിയൊക്കെ ഒന്ന് വലിച്ച് കെട്ടി വെച്ചേ. മുടി കെട്ടിവെക്കാൻ നിനക്ക് അറിഞ്ഞൂടെ തക്കളി? ഇതിനൊന്ന് വെട്ടി ആമ്പിള്ളേരെ പോലെ ആക്കിയാലോ? നിനക്ക് കഴിക്കാൻ സുഖമൊന്നുമില്ലല്ലോ. ഇതിന് അസുഖം എന്ന് പറഞ്ഞ പിന്നെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോക്ക് അസുഖമേ ആയി. മോള് രോഗിയാ. എന്റെ രാത്രി ഇന്നലെ മഞ്ഞത്തൊക്കെ ഇറങ്ങിയാ കളിച്ചോ? വെയിലത്ത് എവിടെ? മേക്കാച്ചിലുണ്ട്. ആദ്യം തന്നെ പുതച്ച് കിടന്നതിന്റെ ചൂടാ. അതിനൊരു കുഴപ്പമില്ല. രണ്ട് കൈ ഒന്ന് ഉയർത്തിക്കേ. ഉയർത്തിക്കേ. കൈ ഉയർത്തടി. പിന്നെ കൈ കൂടിയാണല്ലോ പനി പോണത്. പോകലിട്ട് അങ്ങനെയൊന്നും കാണിച്ചാൽ പനി പോകുന്നില്ല. അവൾ ആശുപത്രി കൊണ്ടുവന്ന് നോക്ക്. ഇത് കള്ളം. അല്ലെങ്കിൽ ഇനി ചുമയായി, കഫക്കെട്ടായി. ട്യൂഷൻ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വല്ലതും ഉണ്ടോ? പഠിക്കാനോ എഴുതാനോ? അയ്യോ തുമ്മലൊരെണ്ണം പോയി. ആ ബെസ്റ്റ് തള്ള. അതിൽ തന്നെ തുടങ്ങി. ഒരു തുണി എടുത്ത് കൊടുക്ക്. പനി തുടങ്ങിയിട്ടുണ്ട്, കൊണ്ട് ആശുപത്രി കാണിച്ചേ. എടി ഞാൻ പറഞ്ഞ മരുന്നൊന്നും ചെയ്യിക്കുന്നു. ഏത് മരുന്ന്? തുളസിയിലിട്ട് ഒരു ആവി പിടിക്കാൻ. അയ്യോ ഡോക്ടറെ പനി ഒന്നും ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുമോ? വെറുതെ ചുമ്മാ ഇരിക്കണ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയുള്ള ഇംഗ്ലീഷ് മരുന്ന്. കൊച്ചാണ്, നമുക്ക് നോക്കിയ ചൂടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഡോക്ടറെ കൊണ്ട് കാണിച്ചാല് ആന്റിബയോട്ടിക് എഴുതും. വെറുതെ ആവശ്യമില്ലാത്ത വിഷം കൊച്ചിന് ദേഹത്ത്. ആന്റിബയോട്ടിക് വേണ്ടാന്ന് പറഞ്ഞാൽ മതി, പനിയുടെ മരുന്ന് തരാൻ പറഞ്ഞാൽ മതി. ആന്റിബയോട്ടിക് വേണ്ടെങ്കിൽ പിന്നെ തുളസിയിലിട്ട് ആവി പിടിച്ചാൽ മതി, പ്രശ്നം തീരും. ഒരു ചുക്കാപ്പി ഇട്ട് കൊടുക്ക്. ഇങ്ങനെ സ്വയം ചികിത്സിക്കാൻ പാടില്ല ക്ലീറ്റോ, എല്ലാവരും പറയണ കാര്യം അത്. ഇത് ഞാൻ ഒരു കാര്യം പറയാൻ അനുസരിക്കാൻ പറ്റുമോ? ഇന്നാള് ക്ലീറ്റ് ഇതേപോലെ പറഞ്ഞ് സൂചി കൊണ്ട് എടുക്കണ തൂമ്പോണ്ട് എടുക്കേണ്ടി വന്നാ കേട്ടോ. അല്ലെങ്കിൽ ചുമ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മാറൂല, കഫക്കെട്ടും ശ്വാസം മുട്ടൊക്കെ വരും. ഇനി പുതിയ അസുഖങ്ങൾ വേറെ എന്തെങ്കിലും കൂടെ പറ കൊച്ചിനെ. ഇനിയിപ്പോ അതെല്ലാം അവൾക്ക് തോന്നുന്നു, അയ്യോ എന്റെ ശരീരത്തിൽ ഇതെല്ലാം ഉണ്ടെന്ന്. ഒന്നുമല്ല, അവക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ബ്ലഡിന്റെ വല്ല പ്രശ്നമാണോന്ന് നമുക്ക് അറിയാമോ? ഇനി കൊച്ചിന് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉണ്ടെന്ന് പറയടി. അപ്പൊ അത് പറയാം, അയ്യോ ഞാനൊരു നിത്യ രോഗിയായിരുന്നു. കൊച്ചു പിള്ളേരെ മനസ്സിലാവശ്യമില്ല. നീ ഇത്തിരി ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും. അല്ല ഇപ്പൊ മരുന്ന് കഴിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെയാണെങ്കിൽ ലോകത്ത് ആരും മരുന്ന് കഴിക്കൂലല്ലോ. എല്ലാവരും മരുന്ന് കഴിച്ച ഉടനെ ചത്തു പോവാണോ? ഇത് മരുന്ന് കൊടുക്കേണ്ട ഒരു പ്രായമൊന്നും അല്ല, അതിനുള്ള അസുഖവും ഇല്ല അതിന്. അതെങ്ങനെ? ഞാൻ പറഞ്ഞത് ചെയ്യണമെങ്കിൽ പിന്നെ ഇനി ചൂടുവെള്ളം എടുക്കണം, തുളസിയില പോയി പറിക്കണം, ചുക്ക് കാപ്പി ചുക്ക് ഇതൊക്കെ ഉണ്ടാക്കണമല്ലോ അല്ലേ? അത് ബുദ്ധിമുട്ടാണല്ലോ. മറ്റേത് ഒരു കൊണ്ട് അവിടെ കൊണ്ട് ഒരു ഗുളിക വാങ്ങിച്ച് വായിക്കാതെ ഇട്ട് കൊടുത്താൽ പ്രശ്നം തീരും. ആശുപത്രി കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. കൊണ്ടുപോകണം. ആശുപത്രി കൊടുക്കണം, പൈസ കൊടുക്കും. അപ്പൊ അതാ കാര്യം. വാ, പൈസ തരാൻ പോയിട്ട് വാ. പിന്നെ ഞാൻ ഈ പറഞ്ഞ മരുന്നുകളൊക്കെ അങ്ങനെ കൂടുതൽ പുച്ഛിച്ച് തള്ളണ്ട. പാലായിലുള്ള എൻ്റെ അപ്പൻ്റെ അപ്പനുണ്ടല്ലോ, സൽവാനി സാശൻ, വൈദ്യനായിരുന്നു എപ്പോഴേ. അതിന്റെ കുറച്ചതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പാലായിൽ ആർക്കെങ്കിലും കൊടുത്താൽ മതി.
ഞാൻ ഒന്ന് കുടിച്ചുവിടാം. അതെ, ഒന്നാമത് ജലദോഷമൊക്കെയാണ്, ഇപ്പം അതൊന്ന് കുടിച്ചുവിടാം. പിന്നെ മാത്രമല്ല അത് നല്ല വെള്ളമല്ല അത് ഉണ്ടാക്കണത്, അതുകൊണ്ടാണ് കേട്ടാ. ചുമ്മാ ആന്ന് കുടിച്ചുവിടാന്ന് പറഞ്ഞു. ജ്യൂസ് കരിമ്പ് ജ്യൂസൊക്കെ ഡാഡി വീട്ടിൽ മേടിച്ചു. ആ എവിടെ കാണാൻ വേണ്ടി അങ്ങോട്ട് കയറിയല്ലേ? ആ ഞാനേ എന്താണ്ട് ഇവക്ക് ചെറിയൊരു വയ്യായിക, ചെറിയ ജലദോഷവും ഇച്ചിരി തുമ്മലും മൂക്ക് ചീറ്റിലൊക്കെ ഉണ്ട്. ഒന്ന് ഡോക്ടറെ കാണിക്കാന്ന് വെച്ചു. സത്യത്തിൽ അതിന്റെ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ചെറിയ എന്തെങ്കിലും മരുന്ന് കൊടുത്താൽ മതി. തങ്കത്തിന് ഒരേ നിർബന്ധം ഡോക്ടറെ കൊണ്ട് കാണിച്ചേ പറ്റുള്ളൂ എന്ന്. കേൾക്കൂലാതെ പെണ്ണുങ്ങളുടെ കാര്യം നിനക്ക് വലിയ കുഴപ്പമുണ്ടോ മക്കളെ? അയ്യോ അത് പിന്നെ തള്ളയുടെ മോളാണ്. ഓ വേണ്ട വേണ്ട, നിനക്ക് കുഴപ്പമുണ്ട്. ഡോക്ടറെ കാണിക്കാൻ ഒരു കാര്യമില്ല. എന്തേ? മുത്തുലക്ഷ്മിക്ക് ഇതുപോലെ ജലദോഷം വന്നതാണ്. അപ്പൊ ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പൊ ഡോക്ടർ നിങ്ങൾ എന്തിനാ വെറുതെ ഞങ്ങൾക്ക് വന്ന് ശല്യം ചെയ്ത് ആവി പിടിക്കേണ്ട കാര്യമില്ലേ ഉള്ളൂ. പറഞ്ഞില്ലേ ഡോക്ടർ പറഞ്ഞില്ലേ ഇത്രേ? ഓ ഞാനും പറഞ്ഞ് ഒന്ന് ആവിയും പിടിച്ച് ഇച്ചിരി മറ്റേ ചുക്ക് കാപ്പി ഇട്ട് കൊടുത്താൽ ഇത് മാറും. കേൾക്കൂല, പെണ്ണുങ്ങളെ കേൾക്കൂല. എന്നിട്ട് മുത്തുലക്ഷ്മിക്ക് ജലദോഷം അതോടെ മാറി. നീ ആവി പിടിക്കുന്ന സാധനത്തിന്റെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ അത് വെച്ച് ആവി പിടിച്ചപ്പോൾ മാറിയല്ലോ അസുഖം അല്ലേ? എത്ര രൂപയാ സാധനത്തിന്? ഞാൻ കുറഞ്ഞതാണ് വാങ്ങിച്ചത്, 500 രൂപയായി. കുറഞ്ഞതിന് 500 രൂപ. ഓ അപ്പോ പിന്നെ ഇപ്പൊ അത് വെറുതെ ഇരിക്കണം വീട്ടിൽ? വെറുതെ ഇരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ചെയ്യാം, നീ അതെനിക്ക് തന്നാലേ ഞാൻ തക്കളി മോളെ ഒന്ന് ആവിയൊക്കെ പിടിപ്പിച്ച് ജലദോഷം മാറിയിട്ട് അങ്ങ് തിരിച്ചു തരാം. പിന്നെ ഞാൻ വെറുതെ വാങ്ങണ്ടല്ലോ. ഓ പിന്നെ തുമ്മാനായിട്ട് കൊണ്ട് വിട്ടാൽ മതി. ഒന്നുമല്ല, ഇതൊക്കെ അങ്ങ് മാറും. ഇതിന്റെ കയ്യൊക്കെ എടുക്കണം, ഒന്ന് ശ്വാസം എടുത്ത് വലിച്ചു വിട്ടെ. ഇതൊക്കെ മാറാൻ നമുക്ക് ആ സാധനം എടുത്തു വീട്ടിലോട്ട് പോയി ആവി പിടിച്ച് നിന്റെ അസുഖമൊക്കെ മാറ്റം. വെറുതെ ഡോക്ടറുടെ പൈസ ഓ വേണ്ട തക്കളി വേണ്ട. കുറെ നമ്പറാണ്. എന്തായി കണ്ടോ ഡോക്ടറെ? വെയിലത്ത് ഇറങ്ങി നടന്നുണ്ടല്ലോ ഇല്ലാത്ത വല്ല അസുഖം കൂടെ വരും. ഡോക്ടർ എന്ത് പറഞ്ഞു ക്ലീറ്റ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഭയങ്കര തിരക്ക്. കണ്ടില്ലേ? തിരക്കെന്ന് പറയാ ഭയങ്കര തിരക്ക്. ആശുപത്രി പോയില്ലേ? ആശുപത്രി പോയില്ല. ആശുപത്രി പോകാൻ എങ്ങനെ അവിടെ തിരക്കാന്ന് പറഞ്ഞ? ഞങ്ങള് പോണ വഴിക്ക് കോമളൻ നിൽക്കുന്നുണ്ട്. കോമളൻ ആശുപത്രിയുടെ അതുവഴി വന്നപ്പോൾ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു. നിങ്ങളെ ഞാൻ എന്തെന്നും പറഞ്ഞു അവിടെ നിന്ന് വിട്ടത്? ഇന്ന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ പാർട്ടി ഓഫീസിൽ ചെന്നിട്ട് മലമറിക്കാൻ. അവിടെ ആശുപത്രി പോയി ചില നിന്നാൽ എന്താ നിങ്ങൾക്ക് കുഴപ്പം? അതെ, കൊച്ചിൻ്റെ അസുഖത്തിനുള്ള മരുന്ന് സാധനങ്ങളൊക്കെ അതെ ഇവിടെ കൊണ്ടുവന്നിട്ട്. ആവി പിടിക്കാനുള്ള യന്ത്രം, തലവേദനയ്ക്ക് വിക്സ്, ഇത് ആവി പിടിക്കുന്ന ഗുളിക. ഇതിലങ്ങോട്ട് ഒരു ഗുളിക പൊട്ടിച്ചിട്ടിട്ട് ഇച്ചിരി ആവി കൊണ്ട അപ്പം പമ്പാടകം. നിങ്ങളോട് ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ടല്ലേ ക്ലീറ്റർ വിട്ട് നിങ്ങൾ ഒരുപാട് ഡോക്ടർ കളിക്കണ്ടെന്ന്? ആ കൊച്ചിന് ആശുപത്രി കാണിക്കാൻ പറഞ്ഞാൽ അത് ചെയ്തപ്പോൾ ഇത് കണ്ട മുഖമൊക്കെ വാടിയിരിക്കണം അതിന്റെ. ഒന്നുമില്ല, അതൊക്കെ ഇപ്പം മറടി. ഇത് നടരാജന്റെ ഭാര്യയ്ക്ക് നേരത്തെ ഇങ്ങനെ ജലദോഷവും ഇതൊക്കെ വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഈ സാധനം വാങ്ങിക്കാൻ പറഞ്ഞു, ഇത് മേടിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും മാറിയല്ലോ. ഓ അപ്പൊ അതാണ് കാര്യം. പോണ വഴിക്ക് നടരാജൻ ഡോക്ടറെ കണ്ടു. അപ്പൊ ആ ഡോക്ടറും ഈ ഡോക്ടറും കൂടി അങ്ങ് തീരുമാനിച്ചു ഇനി വേറൊരു ഡോക്ടറെ കാണണ്ട, ഇതങ്ങ് മേടിച്ച് ചെയ്താൽ മതി എന്നല്ലേ? നിങ്ങൾക്ക് തലയ്ക്ക് വെളിവില്ല എന്റെ ക്ലീറ്റോ. ഇതുകൊണ്ട് മാറിയില്ലെങ്കിൽ ഇനി ഇരട്ടി പൈസ ഇനിയും ചെലവാക്കണ്ടേ? 1000-500 ആയിട്ടുണ്ടാവൂലേ? എടി ഇതുകൊണ്ട് മാറുമെന്ന് ആദ്യം നോക്കിയാ പോരെ? നോക്കിട്ട് പിന്നെ എന്താ വെച്ചാൽ ചെയ്തു പരീക്ഷിക്കാൻ ഇത് എന്റെ കൊച്ചത്. അല്ല ഞാൻ നീ ഏതെങ്കിലും മരുന്ന് കമ്പനിക്കാരെ കൈക്കൂലിയല്ലോ മേടിച്ചാൽ ഇതിന് ഇല്ലാത്ത ഇംഗ്ലീഷ് മരുന്നെല്ലാം കൊടുത്തോളാന്ന്. ചുമ്മാ മരുന്ന് കൊടുത്താൽ പിഞ്ചു കൊച്ചിനെ അത് വേണ്ട. അത് ഇപ്പം ഇതൊക്കെ കഴിക്കാൻ ചെയ്യുമ്പോൾ മാറും. ഇത് എത്ര രൂപ ക്ലീറ്റോ? ഇത് 500 രൂപയൊക്കെ അവൻ വാങ്ങിയതാ. പിന്നെ 300 രൂപ. ആര്? നടരാജനെ. ഓ അപ്പൊ നടരാജന്റെ പഴയ സാധനം എടുത്തിട്ട് പോകുന്നതാ? അല്ല ഞാൻ പറഞ്ഞ ഡോക്ടർ ഒരുപാട് പഴയതല്ല, ഇതിപ്പോ കുറച്ച് ദിവസമേ ഉള്ളൂ നടരാജൻ വീട്ടിൽ വാങ്ങിയിട്ടേ. അധികം പഴക്കമില്ലാണ്ട് സ്റ്റിക്കറൊക്കെ ഉണ്ട് ഇതിലെല്ലാം. ഇത് 500 രൂപയ്ക്ക് അവൻ മേടിച്ചതാണ്. എന്നോട് 500 എന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞില്ല, തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 300 ചോദിച്ചു. ഞാൻ 300 കൊടുത്തിട്ട് 50 രൂപ ബാക്കി വാങ്ങിച്ചു. 50 രൂപ? 500-ൽ 250 പോയാൽ ബാക്കി എത്രയുണ്ട്? ബാക്കി 250. ഇതൊരു 50. അപ്പൊ 300. ബാക്കി 200. 200 ഞാൻ കൊടുത്തില്ലേ നടരാജൻ നമ്മളെ പഴയ ഒരു കടമുണ്ടായിരുന്നു നടരാജൻ 200 രൂപ. ഇത് കടം തീർന്നില്ല, ബാധ്യത എന്ന് പറഞ്ഞാൽ അത്ര ആയില്ലേ. ഇത് ഇതിലോട്ട് ഇട്ടിട്ട് രാവിലെ പിടിപ്പിച്ച കൊച്ചിനെ പിടിക്കാൻ കൂടെ എനിക്ക് പറ്റില്ല കറണ്ടി കളിക്കാൻ. ഇത് കളിക്കാനൊന്നുമില്ല, ഇതിൽ ഇങ്ങനെ ആവി വരും. ഒന്നും ചെയ്യലേ ഇല്ല, എന്റെ കൈ പോകണം. ഇതുകൊണ്ട് മാറിയില്ലെങ്കിൽ ഞാൻ ശരിയാക്കാം മോനെ ക്ലീറ്റോ. ഒരു ആത്മവിശ്വാസം ആദ്യം വെക്കുക എല്ലാ കാര്യത്തിലും. ഇതുകൊണ്ട് മാറും, മാറിയില്ലെങ്കിൽ എന്നുള്ളത് പിന്നെ. ഇപ്പം മാറും, ഇതുകൊണ്ട് മാറും. നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ അന്നേരം മാറിയില്ലെങ്കിൽ ഇങ്ങനെ അത് മാറിക്കോളാം പനിക്കൂർക്ക എടുക്ക്.
തുളസി എടുക്കുന്നു പറഞ്ഞിരിക്കും. പിന്നെ എനിക്ക് ഇതൊക്കെ ദേഷ്യം. പറഞ്ഞ ഒരു കാര്യം മര്യാദക്ക് ചെയ്യില്ല ക്ലീറ്റോ. ക്ലീറ്റോ ഒരു കാര്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ചേ ക്ലീറ്റോ പോകുള്ളൂ. ഞാൻ ഇനി അതെന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ രണ്ട് കഷ്ണമാക്കൂ നീ. ഇത് 2 കഷ്ണം റെഡി. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ മാനുഫാക്ചറിങ് ഇങ്ങനെയാണ്. കണ്ട ഇത് എന്തൊരു സാധനം, ഒന്നും അറിഞ്ഞൂടാ. ചുമ്മാ വളവളവളാന്ന് അലച്ചോളൂ. തക്കളി ഉമ്മിക്കോ മര്യാദ അങ്ങോട്ട് പിടിച്ചേ. പിന്നെ ഡാഡിയും കൂടെ കൂട്ടിക്ക. ഇത് കാറ്റ് കളിക്കുക. തക്കളി കുനിയ ആവി കിട്ടണേ. തക്കളി കളിക്കരുത്, ദേഷ്യം പിടിപ്പിക്കന്നെ. ഇത് പിടിച്ചാൽ ഇത് കുറയത്തുള്ളൂ. നീ കണ്ണടച്ചു വെക്ക്. ഇതൊക്കെ ഒരു പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എല്ലാം ക്ലിയർ ആവും. നല്ലപോലെ വലിച്ചു കയറ്റിക്കുക മൂക്കിലത്തോട്ട്. കണ്ണടച്ചേക്ക്. ഞാൻ എന്നെ ദേഷ്യം പിടിച്ചു. കണ്ണടച്ച് വെച്ചിട്ട് വായും തുറന്ന് ആവി പിടി. കണ്ണടച്ചോ. ഇത് കിടക്കട്ടെ, ബെഡ്ഷീറ്റ് കിടക്കട്ടെ. ആവി കിട്ടുന്നുണ്ടോ അടി? ഒന്ന് വലിച്ചു കയറ്റിക്കുക നല്ലപോലെ. ഇത് എങ്ങനെ നിൽക്കണേ ഇത്? തക്കളി ഇങ്ങനെ നിന്നാ ആവി കിട്ടുമോ? തക്കളി ഇതിങ്ങനെ ഇച്ചിരി പൊള്ളട്ടെ. അസുഖം കുറയണം. ഇങ്ങനെയാലും അവൾ ഇങ്ങോട്ട് ഒന്ന് പിടിച്ചേ. പിടിച്ചോ. നീ ഇനി വേണ്ട, വാ തുറന്നു. തക്കളി അത് ചൂട് വെള്ളം ദേഹത്ത് വീണ് കളിക്കാതെ അങ്ങോട്ട് ഒന്ന് പിടിച്ച. തക്കളി കണ്ണടച്ച് വെക്ക്. നീ കണ്ണടച്ച് വെച്ചിട്ട് പിടിച്ചാ അങ്ങോട്ട്. ദേഷ്യം പിടിപ്പിക്കാനോട്ട് കുറെ നേരം. അയ്യോ അങ്ങനെ പറയരുത്. ഡോക്ടർ പറയണ കേക്കണം. കളിയാക്കിയതല്ലേ, ഞാൻ കാര്യം പറഞ്ഞതാ. ഈ ഡോക്ടറെ ഇതുപോലുള്ള പല അസുഖങ്ങളും വന്നപ്പോ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചികിത്സിച്ചിട്ടുള്ളത്. അപ്പൊ ഡോക്ടർ എന്നാ പാവം. എന്റെ ഇതൊന്നും നടക്കൂല. ഇത് ഈ സാധനം നല്ലതല്ലാന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ മരുന്നും കൂടി അതിന്റെ കൂടെ കഴിക്കണം. അല്ലാതെ ഇത് മാത്രമായിട്ട് പനി മാറിയ ചരിത്രമൊന്നും ഞാൻ കണ്ടിട്ടില്ല. മരുന്ന് അകത്തോട്ട് കഴിക്കണതിന് മുമ്പ് ഇത് പിടിച്ച് അതിൽ 2 ഗുളിക ഇട്ടിട്ടുണ്ട്. ഇത് എത്രാമത്തെ പ്രാവശ്യം ഇതിൽ ചെയ്ത് കൊടുക്കണേ? കുറഞ്ഞോക്ക്. ഇത് ഇത്രയും പ്രാവശ്യം ചെയ്തതിൽ ഒരു പ്രാവശ്യം പോലും നേരെ മരുന്ന് അകത്തോട്ട് കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞത് പിള്ളേരത് ചെയ്യില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം ഡോക്ടർ? അല്ല, ഇതൊരു കമ്പെടുത്ത് 2 എണ്ണം ചന്തി കൊടുക്കാൻ കണ്ടല്ലോ അവള് പിടിക്കും അന്തസ്സായിട്ട്. എനിക്ക് ചെയ്യാറില്ല. ഇപ്പൊ ആവി പിടിക്കുന്നത് ഇങ്ങനെ യൂണിഫോമിലാ. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു. യൂണിഫോം ഇട്ടേ ആവി പിടിക്കാം. ഇതും കൊണ്ട് മാറിയില്ലെങ്കിലുണ്ടല്ലോ നിങ്ങളെ ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് കടത്തും. മാറിയാലോ? നീ കുടുംബത്തിൽ നിന്ന് കടന്നു പോവോ? ഞാൻ പോവില്ല. അപ്പൊ പിന്നെ അങ്ങനെ വേണ്ട, ഒരു ഗുളിക കഴിക്കരുത് മോനെ, ചത്തുപോകും. മോളെ ഇതിന്റെ ആവി ഉണ്ടല്ലോ, ഇത് നമ്മുടെ ശ്വാസകോശത്തിലോട്ട് ചെല്ലുമ്പോ അതിനകത്ത് കിടക്കുന്ന ഇതെല്ലാം കഫമൊക്കെ ഉണ്ടല്ലോ, അത് പുറത്തേക്ക് വരും. നിന്നെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോ? അത് മര്യാദയ്ക്ക് അത് ചെയ്തോണ്ടെന്നാണ് അമ്മ വന്നാൽ സപ്പോർട്ട് ചെയ്തോളാം. നീ വിളിച്ചിട്ട് കൂടെ പിന്നെ വേറെ പണിയില്ല വേണ്ട. അടുത്ത് പിടിച്ചേ അവള് പിടിക്ക്. ഉമ്മയ്ക്കോ എന്നാലും അഹങ്കാരമാണ് അവക്ക്. കഴുത്തോടിച്ചെടുക്കല്ലേ, വളർത്തി പാഴാക്കി കളഞ്ഞേക്കെ ഇതിനെ. നോക്കട്ടെ. എന്റെ ദൈവമേ, ഡാഡിയുടെ മരുന്ന് സൂപ്പർ ആയി പോയി. പിന്നെ എന്തിനാ ഡാഡി എന്നെ വഴക്ക് പറഞ്ഞ? പാവോട്ട് അമ്മ എന്തിനാ അമ്മ വഴക്ക് പറഞ്ഞ? നിനക്ക് ഓന്തിന്റെ സ്വഭാവമാണല്ലോ, തരത്തിന് തരത്തിന് നീ തരം മാറില്ല. ഇല്ല, എനിക്ക് ജലദോഷം വാ പൊക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വേറെ അൺകോൺഷ്യസ് മൈൻഡ്. അതാരാ അവിടെ തുമ്മല്? തുമ്മല് പിടിച്ചല്ലോ. എന്തായി? കുഴപ്പമുണ്ടായില്ലല്ലോ. പനിയൊന്നുമില്ല, എവിടെന്ന് പിടിച്ചാന്ന് തോന്നുന്നു. മുക്കൽ വല്ലാണ്ട് ഇതായിട്ട് ആവി പിടിക്കുന്ന സാധനം കൂടെ എടുത്തേ. എന്റെ ക്ലീറ്റോ ആവി പിടിച്ചോണ്ടിരിക്കേണ്ട, അത് വലിയ ആൾക്കാർക്കൊന്നും പറ്റൂല. പിള്ളേര് മാറുന്ന പോലെ അല്ല കേട്ടോ. ഇവക്ക് എങ്ങനെയുണ്ട്? തക്കളിക്ക് എങ്ങനെയുണ്ട്? അതെ, ഒരു ആവി പിടിച്ചാൽ മാറും. വലിയ ആൾക്കാർക്ക് മാറില്ല. കണ്ട നല്ല തുമ്മലുണ്ട്, ഇത് മാറൂല കേട്ടോ. ആശുപത്രി പൊക്കോ. അതെ, നീ ആ സാധനം എടുക്ക്. അങ്ങനെ എടുക്ക് തങ്കം. പക്ഷെ തലവേദന എടുക്കും നീ. വെള്ളം എടുക്കട്ടെ ഒരു മിനിറ്റ്. നീ ആ വിക്സ് നോക്കിയെടുത്തേ. വിക്സ് എവിടെ കാണാനില്ല. ആ ഗുളിക ഗുളികയോ അതെവിടെയാ വെച്ചത്? ഞാൻ
അത് കണ്ടില്ലേ? അത് ഇന്നലെ ആവി പിടിച്ചിട്ട് അവിടെ എവിടെ വെച്ചല്ലോ? ഞാനല്ല ഗുളി ആ സാധനം ഇവിടെ കൊണ്ടുവന്നു ഡാഡിയല്ലേ എടുത്തേ. വെള്ളമുണ്ട്. വിക്സ് ക്ലീറ്റോ, ഞാൻ പറയണത് കേക്ക്. വലിയ ആൾക്കാർക്ക് ഇതും കൊണ്ട് മാറൂല. അതെ, ഇനി ഇപ്പൊ ഇച്ചിരി മൂക്കിന് പ്രശ്നമുള്ളൂ. നീ എന്റെ തലയ്ക്ക് കൂടെ വേദന ഉണ്ടാക്കല്ലേ? ഞാൻ പറയുമ്പോ നിങ്ങൾ എന്താ അത് ഒട്ടും വില വെക്കാത്തത്? ആ ബേബി ചേച്ചിക്ക് ഇതേപോലെ ആയിരുന്നു. പനി വന്നിട്ട് അവർ ഈ മാറ്റി കണ്ണി കണ്ട ഇതൊക്കെ ചെറിയ ചെറിയ വിക്സും അതും ഇതൊക്കെ പുരട്ടിക്കൊണ്ട് കിടന്നു. അവസാനം എന്താ ഡെങ്കിപ്പനി ആയിരുന്നു. ആശുപത്രി പോവാതെ എല്ലാം കഴിഞ്ഞപ്പോഴാണ്. എനിക്ക് പനി വരണമെങ്കിൽ ഞാൻ കിട്ടി. എന്താ ആ ടവലോട് എടുത്തോണ്ടാ. പറഞ്ഞ എന്ത് ചെയ്താ മനസ്സിലാവരുതിട്ട് എന്തെങ്കിലും കാണിക്കേ. എനിക്ക് പറയാനല്ലേ പറ്റും. നല്ലതാണോ? നല്ലതാ. വിക്സ് ഇട്ടോ. അത് കുത്തണ്ടേ? കുത്താ മാറിയില്ല. വിക്സ് ആണോ? വിക്സ് പറഞ്ഞാൽ ഇട്ടിട്ടുണ്ടല്ലോ. അമ്മായി ഗുളിക ഇട്ടില്ലേ? എല്ലാം കൂടി തിന്നാൻ പോവായിരിക്കും. ആശുപത്രിയിൽ പോവില്ല. ദേഷ്യം എനിക്ക്. തക്കളി മോൻ ഇവിടെ വന്നേ. അമ്മ തക്കിളിയേ, എന്തോ ഇങ്ങ് വാ. എന്നത് ചായ കൊണ്ടൊന്നിട്ട് അടിക്ക് കൊടുക്ക്. എവിടെ എടുക്കട്ടെ. ആ ഇച്ചിരി വെള്ളം കൂടെ ചൂടാക്കാൻ പറ്റുമോ? തൊണ്ടയിലോ ഇച്ചിരി ഉപ്പ് വെള്ളം കൂടെ കുടിക്കണം. തരാം. ഓ എല്ലാം കഴിക്കാണ്ടോ അമ്മ? കഴിക്കാനേ അതെ. ഇത് ചായ അങ്ങ് വെച്ചിട്ട് റസ്കും ചായയും കൂടി തരാം. എനിക്ക് ചായ ഉണ്ടാക്കാൻ പഠിപ്പിച്ചോ? ഇപ്പൊ തന്നെ വേണം? പഠിപ്പിച്ചാ അന്ന് പഠിച്ചതാ, പക്ഷെ അത് മറന്നു പോന്നു. ചായ ഇട്ടത് തിളയ്ക്കുമ്പോ എന്തോ എന്താ പറ്റിയ ക്ലീറ്റോ? ആവി പിടിക്കാൻ വേണ്ടിട്ട് അതിന് കുത്തിട്ട് സ്വിച്ചിട്ടോ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഓർമ്മയില്ല. അയ്യോ എന്റെ തലയല്ല നിങ്ങൾ ചത്തു പോണ്ടതാ. നിങ്ങള് ഡോക്ടറെ കാണാൻ പറഞ്ഞാൽ അത് പറ്റില്ല. എന്നിട്ട് എങ്ങനെ എവിടെയെങ്കിലും കിടന്ന് ആക്രി സാധനമൊക്കെ പിറക്കിക്കൊണ്ട് വന്നിട്ട് ആവി പിടുത്തക്കാരൻ ഒരു വലിയ ഡോക്ടർ വന്നേക്കണു. ഒരു 10 കൂലി മേടിച്ചിട്ട് പോയി. ഇതേപോലത്തെ സ്വയം ചികിത്സിച്ച് ഇങ്ങനെ ഇരിക്കും ക്ലീറ്റോ. പറഞ്ഞത് മനസ്സിലാവണം. Alien versus Alien.